ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഗ്രീഷ്മയുടെയും ഷാരൂണിൻ്റെയും കാര്യം പറയാനായിട്ടാണ്. അപ്പോൾ ഇന്ന് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്. ഈ ഗ്രീഷ്മ എന്തായാലും ചെറുപ്രായത്തിൽ വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ പഠിക്കും എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനുപരി നമുക്ക് തിരിച്ചറിവും ബോധവും വേണം. കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പയ്യനായിരുന്നു ആ പയ്യൻ. അപ്പോഴത് മനസ്സിലാക്കാതെ ആ കൊച്ച് അവൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാം എന്നൊക്കെ ഉള്ള ചിന്താഗതിയായിരിക്കും. സ്നേഹിക്കുന്ന സമയത്ത് അവൾ ഇതൊന്നും ചിന്തിക്കാതെ സാധാരണ ഒരു കുടുംബത്തിലെ പയ്യൻ അവനെ സ്നേഹിച്ച്, അതെല്ലാം കഴിഞ്ഞ് അവൾക്കുള്ള അവൾ പിന്നെ ആലോചിച്ചപ്പം അവൾക്കുള്ള വിദ്യാഭ്യാസം, അപ്പോൾ അവൾ വിചാരിച്ച് കാണും അവൾക്ക് ഈ പയ്യൻ്റെ നിന്ന് നല്ല ഒരു പയ്യനെ കിട്ടുമെന്നോ, അല്ലെങ്കിൽ നല്ല ജോലിയും പിന്നെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതൊക്കെ ചിന്താഗതിയായിരിക്കും. അങ്ങനത്തെ മൈൻഡൊക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് ആ കുട്ടിക്ക് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോഴും ഞാൻ എൻ്റെ യൂട്യൂബ് കാണുന്ന കുറച്ച് ആൾക്കാരുകൾ, അതിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കൂടുതലും ഒരു 25, 30 അങ്ങനെയൊക്കെ 20 അങ്ങനെയൊക്കെ ഉള്ള പ്രായത്തിനിടയ്ക്കുള്ള കൊച്ചുങ്ങളാണ്. അപ്പോൾ നമുക്ക് മക്കളുണ്ടല്ലോ, അപ്പം പറയുന്നത് സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല. നമുക്കിപ്പം അവരുടെ പ്രായത്തിൻ്റെ ഇതിൽ അവർക്ക് ഒരാണിനൊരു പെണ്ണിനോടും പെണ്ണിനൊരാണിനോടും സ്നേഹം തോന്നുന്ന തെറ്റല്ല. പക്ഷേ നമ്മൾ സ്നേഹിക്കുമ്പം നമുക്ക് അവരോട് എത്രത്തോളം ആത്മാർത്ഥത വേണമെന്നുള്ളതാണ്. കാരണം നമ്മൾ ആരെയും പറ്റിക്കാനും ചതിക്കാനും ആയിട്ട് ആരെയും സ്നേഹിക്കരുത്. ഇപ്പോഴത്തെ ലോകത്തെ കുട്ടികൾക്ക് പൊതുവേ ആരോടും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയുള്ള ലോകമല്ല. അപ്പം അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പൊതുവായൊരു സ്വഭാവമാണ്. അപ്പോൾ ആരെയും അല്ലെങ്കിൽ അവൾ അവൾക്ക് അവനോട് ലാസ്റ്റ് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുട്ടിയോട് പറയാമായിരുന്നു, എനിക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നുള്ള. പക്ഷേ ഈ കൊച്ച് അതിനെ സ്നേഹിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ക്രൂരകൃത്യം ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡും ഇപ്പോൾ ഈ കുട്ടി തന്നെ ചെയ്തതായിരുന്നു, ഇതൊന്നും കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ മരണക്കിടക്കയിൽ വെച്ച് പോലും ഈ പയ്യൻ പറഞ്ഞിട്ടില്ല ഈ കുട്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും വിഷം കൊടുത്തതെന്നും ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. അത്രത്തോളം അവളെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ വീട്ടുകാർക്കില്ലാതായി, ഇതിൻ്റെ ഭാവി